നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. ഇന്ന് സജീവമായ വാർത്താദിനം തന്നെയായിരുന്നു. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസമാണ്. നമ്മൾ ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം പ്രധാന വാർത്തകളിലേക്കാണ്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് തയ്യാറാണ്. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വിവാദമൊഴിയാതെ സാഹിത്യ അക്കാദമി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ കെ സച്ചിദാനന്ദനെതിരെ ശ്രീകുമാരൻ തമ്പിയും. നിർബന്ധിച്ച് കേരളഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കിയെന്നും വിമർശനം. എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുതിച്ച ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് അല്ലേ? അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. വരികൾ ഒഴിവാക്കിയിട്ടില്ലെന്ന് കെ സച്ചിദാനന്ദൻ. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഖേദമറിയിച്ചെന്ന് വിശദീകരണം. പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ട് സജി ചെറിയാൻ സാഹിത്യ അക്കാദമിയെ രാഷ്ട്രീയവത്കരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാമക്ഷേത്ര പ്രസ്താവന സദുദ്ദേശത്തിലെന്ന് മുസ്ലിം ലീഗ്. തങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് വിമർശനം. പാർട്ടിയുടെ നിലപാട് മാതൃകാപരമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. വിവാദമായത് മഞ്ചേരിയിൽ നടത്തിയ പ്രസംഗം. ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുകയാണെന്ന് സാദിഖ് അലി തങ്ങൾക്ക് വിമർശനവുമായി അയ്യനിൽ. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച് കെ മുരളീധരൻ എം പി. പ്രായോഗികമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്ന് വി ഡി സതീശൻ. ലീഗുമായി പ്രശ്നങ്ങളില്ലെന്ന് കെ സുധാകരൻ. ചർച്ചകൾ നടക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗവും നാളെ ചേരും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട കോൺഗ്രസിന്റെ ജനമഹാസഭ തൃശൂരിൽ. തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ കർണാടക വനംവകുപ്പിന് ഗുരുതര വീഴ്ച. ആന അതിർത്തി കടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ല. റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കൈമാറിയില്ല. ആനയുടെ ശരീരത്തിൽ പഴക്കം ചെന്ന ആഴമേറിയ മുറിവുകളെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പഴുപ്പ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നിരുന്നു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മാഫിയയെ നിയന്ത്രിക്കാൻ കടുത്ത നടപടികൾ. 24 ബിഗ് ഇംപാക്ട്. വിദ്യാഭ്യാസ ഏജൻസികൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും കർശനമാക്കും. നിയമം ലംഘിച്ചാൽ തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് സർക്കാരിന്റെ അംഗീകാരം. നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 24നോട്. നാദൂറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർക്കെതിരെ നടപടിക്ക് സാധ്യത. പരാമർശം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിലയിരുത്തൽ. അധ്യാപികയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട SFIയും KSUവും. പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു രംഗത്ത്. അയോധ്യ വിഷയത്തിലെ സംഘർഷത്തെ തുടർന്ന് അടച്ച NIT ക്യാമ്പസ് നാളെ തുറക്കും. സംസ്ഥാന ബജറ്റ് നാളെ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അധിക വിഭവ സമാഹരണം ലക്ഷ്യം. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇടം പിടിക്കും. ക്ഷേമ പെൻഷൻ നിലനിർത്തും. പ്രഖ്യാപനങ്ങൾ കാത്ത വിവിധ മേഖലകൾ. ഇന്ത്യ മുന്നണിയിൽ വീണ്ടും കല്ലുകടി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലെ സീറ്റ് ചർച്ച തുടരുന്നു. CPIM MDMK നേതാക്കളുമായി ഇന്ന് ചർച്ച. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെ ആരോപണവുമായി BJP MLA ഗൺപത് ഗെയ്ക്വാദ്. സംസ്ഥാനത്ത് ക്രിമിനലുകളുടെ തേർവാഴ്ചയെന്ന ആരോപണം. പ്രവാസി സംരംഭകയുടെ വാഹനത്തിന് 8 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ. നടപടി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലിൽ. ഇറക്കുമതി സർട്ടിഫിക്കറ്റ് തടസ്സം നീങ്ങിയത് 24 വാർത്തയ്ക്ക് പിന്നാലെ. സന്തോഷമറിയിച്ച് കണ്ണൂർ സ്വദേശിനി ഹസീന നിഷാദ്. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 4 മരണം. കോതമംഗലം നെല്ലിക്കുഴിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. MC റോഡിൽ പന്തളം കൂരമ്പാലയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി. കൊച്ചി തൈക്കൂടത്ത് ബൈക്ക് മെട്രോ തൂണിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു. പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി പരാതി. കേസിൽ 18 പ്രതികളെന്ന സൂചന. പീഡന വിവരം പുറത്തറിഞ്ഞത് CWC കൗൺസിലിംഗിനിടെ. പരാതി രജിസ്റ്റർ ചെയ്ത് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികൾ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായും പരാതി. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടം. ശുഭ്മാൻ ഗില്ലിന് അർദ്ധ സെഞ്ചുറി. ജെയിംസ് ആൻഡേഴ്സന് 2 വിക്കറ്റ്.
എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. PR നന്ദനൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ സൺഡേ ഇതേ സമയം കൊച്ചിയിൽ എന്തായിരുന്നു എന്നുള്ളതാണ് PR നന്ദനൻ ചൂണ്ടിക്കാണിക്കുന്നത്. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിനുള്ള അന്തിമൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 2 മണിക്കാണ് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത്. ആ ഓർമ്മകൾ PR നന്ദനൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. തിരിച്ച് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ തിരികെ അറിയിക്കുകയാണ്. വിനീത് നാരായണൻകുട്ടി എൻ്റെയും അമ്മയുടെയും ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മളൊപ്പം തുടരുന്നു. നമ്മൾ എല്ലാ പ്രേക്ഷകരുടെ അനുവാദത്തോടെ ഇന്നത്തെ ആദ്യ വാർത്തയിലേക്ക് കടക്കുകയാണ്. പ്രസ്താവനയിൽ വിവാദം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാമക്ഷേത്ര പ്രസ്താവന സദുദ്ദേശത്തിൽ എന്ന് മുസ്ലിം ലീഗ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. ആദ്യം ആ വാക്കുകളിലേക്ക്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ BJP എന്തുദ്ദേശിച്ചോ അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ് തങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. അത് ദുർവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അക്കാര്യത്തിൽ ലീഗ് നിലപാട് വിശദീകരിക്കുകയാണ്. മഞ്ചേരിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദമായതോടെയാണ് ഇപ്പോഴത്തെ ഈ വിശദീകരണം. ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുന്നു എന്നാണ് INLന്റെ കുറ്റപ്പെടുത്തൽ. ഏതായാലും എന്താണിപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആദ്യം പരിശോധിക്കാം. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, അക്കാര്യത്തിൽ ലീഗ് തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ ഒരു വിശദീകരണം നൽകുകയാണ്. INL രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നുണ്ട്. അപ്പോഴാണ് ലീഗ് നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കുന്നത്, വിശദീകരണം നൽകുന്നത്. എന്താണ് നേതൃത്വത്തിന്റെ നിലപാട്, അഭിജിത്ത്? ഉന്മേഷ്, ഇതൊരു വിവാദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനകത്തുണ്ട്. കാരണം ഈ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് അതൊരു വിവാദമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തങ്ങൾക്ക് നല്ല രീതിയിൽ ഭവിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ലീഗിനുണ്ട്. അതിൻ്റെ ഒരു മറുപടിയായി തന്നെ നമുക്കിത് കാണേണ്ടി വരും. സാദിഖ് അലി തങ്ങളെ തള്ളാതെ ആ രീതിയിൽ മറുപടി പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി. തങ്ങൾ നടത്തിയ പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ് ചിലർ അവതരിപ്പിച്ചത്. INLന്റെ പരാമർശം അത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. അത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു. നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ അയോധ്യ ബാബറി മസ്ജിദിന്റെ പൊളിക്കലുമായി ബന്ധപ്പെട്ട് ലീഗ് എടുത്ത നിലപാട് നമുക്കറിയാവുന്നതാണ്. അന്ന് ആ ഒരു നിലപാടിലേക്ക് ലീഗ് എത്തിയത് ഈ മതേതരത്വത്തിന്റെ ഭാഗമായാണ്, സഹിഷ്ണുതയുടെ ഭാഗമായാണ്. ആ ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ ലീഗ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കുഞ്ഞാലിക്കുട്ടി പറയുകയാണ്. INL ആണ് ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. INLനുള്ള മറുപടി തങ്ങൾ നൽകിക്കൊള്ളാം എന്നുള്ളൊരു കാര്യം കൂടി കുഞ്ഞാലിക്കുട്ടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. INL ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സാമുദായിക സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമുദായത്തിലുള്ളവർക്ക് ഗുണകരമായ രീതിയിലല്ല ലീഗിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ഈ ഒരു ബാബറി മസ്ജിദിന്റെ പൊളിക്കലും ഒപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം ഒക്കെ തന്നെ എത്രത്തോളമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വേദനയായി മാറിയത് എന്ന് ലീഗ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. ആ ഒരു വേദനയെ മനസ്സിലാക്കാതെയാണ് ലീഗിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഏറ്റവും മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം വരുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും, രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. അത് ഈ ഒരു ജനങ്ങളുടെ, അതായത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യപ്രകാരമാണ് നടന്നത് എന്ന് വരുമ്പോൾ അത് മുസ്ലിങ്ങളുടെ കൂടി, മുസ്ലിം വിഭാഗത്തിന്റെ കൂടി പിന്തുണയോടെ കൂടിയാണ് ഇത് വന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം അവിടെ വരും. അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം നൽകുന്നത് ഈ ഒരു വിശ്വാസികളായ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നൊരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് INLന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഏതായാലും ഈ ഒരു തങ്ങളുടെ വിമർശനത്തെ ഈ ഒരു ലീഗ് നേതൃത്വം നിലവിൽ അതിനെ തള്ളിക്കളയുന്നില്ല. തങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി അഭിജിത്ത്, ഏതായാലും ആ വിവാദം നീട്ടിക്കൊണ്ടുപോകാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല. നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കുന്നു, വിശദീകരണം നൽകുന്നു. കൂടുതൽ പ്രേക്ഷകർ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവരും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. നമ്മളെല്ലാ മെസ്സേജുകളും കാണുന്നുണ്ട്. വിവിധ വിഷയങ്ങളിലായി പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്കാണ് ഇന്നത്തെ
പാട്ടിലെ വിവാദം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം അതിപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് മറ്റൊന്നുകൂടി ഉണ്ടാകുന്നത്. സാഹിത്യ അക്കാദമിക്കെതിരെ ഇത്തവണ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് സംവിധായകനും ഗാനരചയിതാവുമൊക്കെയായ ശ്രീകുമാരൻ തമ്പിയാണ്. നിർബന്ധിച്ച് കേരളഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. KS അച്യുതാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അതേസമയം KS അച്യുതാനന്ദന്റെ പ്രതികരണം. വിഷയം ഗൗരവതരമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. കേരള ഗാനത്തിനായി നിർബന്ധിച്ച് പാട്ടെഴുതിച്ച ശേഷം തന്നെ അപമാനിച്ചെന്നാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ലെന്നുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ നിലപാട്. അക്കാദമിക്കെതിരായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ശക്തി KS അച്യുതാനന്ദനും CP അബൂബക്കറുമെന്നും രൂക്ഷ വിമർശനം. ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞു, എന്നോട് എഴുതാൻ എന്തിനു പറഞ്ഞു? നിങ്ങളിപ്പോൾ കേട്ടോ, ഇപ്പോൾ ഞാൻ എഴുതിയ വരികൾ ക്ലീശയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. അത് ഈ കേരളം കയറിയ ഏറ്റവും എതിരായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി സച്ചിദാനന്ദൻ അബൂബക്കർ കൂട്ടുകെട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ലെന്നാണ് അക്കാദമി പ്രസിഡന്റ് KS അച്യുതാനന്ദന്റെ പ്രതികരണം. 3 പേരുടെ വരികളാണ് പരിഗണനയിൽ. നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടമായത് BK ഹരിനാരായണന്റെ വരികളാണെന്നും KS അച്യുതാനന്ദൻ. ശ്രീകുമാരൻ നമ്മൾ പറഞ്ഞെഴുതിച്ചതാണ്, അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്നാണ് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറിന്റെ പ്രതികരണം. ആരുടെ ഗാനമായാലും അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കണം. അതിന് പറ്റിയൊരു ഗാനമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. കുറേ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിനോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു, മറ്റു ചിലരോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യും. വിഷയം ഗൗരവതരമെന്നും അക്കാദമി അധികൃതരുമായും ശ്രീകുമാരൻ തമ്പിയുമായി നേരിട്ട് സംസാരിച്ച പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ 24-നോട് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച വിഷയം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. ബന്ധപ്പെട്ടവർ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നും വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. അതേന്ന് ആ ആരോപണത്തിനെല്ലാം കൃത്യമായ മറുപടി കണ്ട് പ്രശ്നം പരിഹരിക്കുമല്ലേ വേണ്ടേ? അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതവർ പരിഹരിക്കും, ഉറപ്പായിട്ട് പരിഹരിക്കും. ഞാൻ പോയത് ഇന്നലെ ഞാൻ പോയതാ. അല്ല, പാർട്ടി ഇടപെടേണ്ട, ഇല്ലാണ്ട് തന്നെ അവർ പരിഹരിക്കും. അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയ വിമർശനത്തിന് പിന്നാലെയാണ് ശ്രീകുമാരൻ തമ്പിയും കടുത്ത വിമർശനം ഉന്നയിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇത്തരത്തിൽ ഒരു വിവാദം ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം രഘുനന്ദനൻ മുല്ലവാരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല വിവാദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാഹിത്യകാരന്മാരും കലാകാരന്മാരുമൊന്നും വായ തുറക്കുന്നില്ല എന്നാണ് പരാതി. ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്നവർ വിവാദങ്ങളിൽപ്പെടുന്നതാണ് കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ ഉയർന്നൊരു വിമർശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണിമേനോൻ സൗദി അറേബ്യയിൽ നിന്ന് പ്രതികരിക്കുന്നു. കഷ്ടം തന്നെ, ഇന്നും റോഡ് അപകടത്തിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട വാർത്ത കേൾക്കേണ്ടി വന്നല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവിധയിടങ്ങളിലെ ഉണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. ആ വാർത്തയെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെ പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മുടെ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ നൽകിയ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വരികൾ എഴുതി നൽകിയത് എന്ന് ഗാനരചയിതാവ് BK ഹരിനാരായണൻ ചില തിരുത്തലുകൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും തന്റെ ഗാനം തെരഞ്ഞെടുത്തതായുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി താൻ ഏറെ ആരാധിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ വരികളുടെ എത്രയോ താഴെയാണ് തന്റെ എഴുത്തെന്നും BK ഹരിനാരായണൻ കൂട്ടിച്ചേർത്തു. ഒരു ഒക്ടോബർ 24-25 ആ ദിവസങ്ങളിലാണ് ഞാൻ സച്ചിമാഷ്ക്ക് പാട്ട് എഴുതി കൊടുക്കുന്നത്. പാട്ട് എഴുതി അത് വായിച്ചതിന് ശേഷം മാഷ്ട നിലയ്ക്ക് ചില തിരുത്തലുകൾ ചോദിച്ചു, അത് തിരുത്തി കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന് താരകരൂപിണി പോലെ പ്രണയത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് തമ്പി സാർ. അത് വ്യക്തിപരമായിട്ടും ഒരു കവി, ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്കും ഏറെ ബഹുമാനിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് വരികളെക്കാളും എത്രയോ താഴെയാണ് ഞാൻ എഴുതിയ
ഏറ്റവും നല്ല വരി പോലും എന്നുള്ളതാണ്. നമ്മളിനെയും ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF-ൽ ഇതിനോടകം ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിന് മുൻപിൽ വഴിമുട്ടി UDF-ലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാം എന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3-ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി. അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3-ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു കെ മുരളീധരൻ MP-യുടെ അഭിപ്രായം. എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അത് അവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. 3-ാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിങ്ങിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30 UDF നേതൃയോഗം. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ലീഗ് 3-ാം സീറ്റ് എന്നുള്ള ആവശ്യം ശക്തമാക്കുകയാണ്. പ്രേക്ഷകർ കൂടുതലായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒട്ടേറെ പേർ വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ജോസ്വിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ്. മറ്റു വാർത്തകൾക്കിടയിൽ വിലക്കയറ്റ വാർത്തകൾ മുക്കിക്കളയലേ എന്നുള്ളതാണ്. ജോസ്വിൻ പല സമയത്തായി ഇത്തരം ആവശ്യം ഉന്നയിച്ച് കാണാറുണ്ട്. അങ്ങനെ ഒരു വാർത്തയും മുക്കാറില്ല. ജോസ്വിനെ വിലക്കയറ്റ വാർത്തയുണ്ടെങ്കിൽ അത് ആ സമയം തന്നെ നമ്മൾ നൽകും, പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെ വാർത്തകൾ മുക്കുന്ന ഒരു രീതി നമ്മൾക്കില്ല എന്ന് ജോസ്വിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ നൽകിയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ ഒരു മഹാജനസഭ നടക്കാൻ പോകുന്നു. അത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കമായി മാറാൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ആശ പറയുന്നുണ്ട്, ആശയുടെ മെസ്സേജ് വായിച്ചില്ല, കാണാത്തതുകൊണ്ടാണോ എന്ന്. കാണാത്തല്ല, ആശയുടെ മെസ്സേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഒരു ഹായ് പറയാമോ എന്നാണ്. സിംഗപ്പൂരിൽ നിന്നാണ് എന്ന് ആശ പറയുന്നുണ്ട്. ആശയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മൾ ഹായ് പറയുകയാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷകർ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സനീഷ് ചന്ദ്രൻ പറയുന്നത് ബജറ്റ് ന്യൂസ് വന്നില്ല എന്നുള്ളതാണ്. ബജറ്റ് ന്യൂസ് വരും. നമുക്ക് വാർത്തയുടെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഒരു ക്രമമുണ്ട്. അതിനനുസരിച്ച് ബജറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നാളെയാണ് സംസ്ഥാന ബജറ്റ് നടക്കാൻ പോകുന്നത്. പ്രദീപ് പറയുന്നുണ്ട് കേരള ബജറ്റിന്റെ സമഗ്ര വിശകലനവും വിലയിരുത്തലും തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട് 24 എന്ന്. ഉറപ്പായും അത് ഉണ്ടാകും. ബജറ്റ് നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിന്റെ വിശദാംശങ്ങളൊപ്പം വിശകലനവും നാളെ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്ത വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകാൻ പോകുന്നു. 3 മണിക്ക് ഉച്ചകഴിഞ്ഞ് തേക്കിൻകാട് മൈതാനിൽ നടക്കുന്ന മഹാജനസഭ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെയാണ് ചേരുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, പറയൂ വിവരങ്ങൾ. ഉന്മേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടുകൊണ്ട് സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിലെ ഭാരവാഹികളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മഹാജനസഭ അല്പസമയത്തിനകം തേക്കിൻകാട് മൈതാനിയിൽ ആരംഭിക്കും. വൈകിട്ട് 3 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഓരോ ബൂത്തിൽ നിന്നും പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLOമാർ എന്നിങ്ങനെ 75,000 ഭാരവാഹികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. KPCC അധ്യക്ഷൻ K സുധാകരനാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുക. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മാസത്തിനിടെ 2 തവണ സന്ദർശനം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂര്.
BJP ഏറ്റവും അധികം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നതും തൃശൂർ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തൃശൂരിൽ നിന്ന് തങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാൻ തീരുമാനിച്ചത്. മാത്രമല്ല തങ്ങളുടെ പ്രവർത്തകരെ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ആവേശത്തിലെത്തിക്കാനും ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുമുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതായിരിക്കും ഇന്നത്തെ പരിപാടി. കഴിഞ്ഞ ദിവസം ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ റാലിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത് കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല, പകരം CPM-ഉം കോൺഗ്രസും തമ്മിലായിരിക്കും ഏറ്റുമുട്ടൽ. അതുകൊണ്ട് തന്നെ BJP-ക്കെതിരെ ഉള്ള പരാമർശങ്ങൾക്കപ്പുറം CPM-നെതിരെ എന്തെങ്കിലും AICC അധ്യക്ഷൻ ഇന്ന് പരാമർശങ്ങൾ, ഇന്ന് പ്രസ്താവനകൾ നടത്തുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തെക്കിൻകാട് മൈതാനിയിൽ ഈ പരിപാടി ആരംഭിക്കും. ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവർത്തകരെ തെക്കിൻകാട് മൈതാനിയിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും നേതാക്കളും ഉള്ളത്. ശരി അജീഷ്, 3 മണിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അങ്ങനെ തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാഷ ബഷീർ പറയുന്ന ക്ഷേമ പെൻഷൻ വർധനവോടെ തുടരുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുണ്ടാകുമെന്നുള്ളത് ധനമന്ത്രിയാണ് പറയേണ്ടത്. നാളത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ അദ്ദേഹം എന്ത് പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാലൻ അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ബോംബെയിലുള്ള മലയാളികളുടെ മെസ്സേജ് ഒന്നും വായിക്കാത്തത് എന്ന്. ബാലൻ ചേട്ടാ, താങ്കളുടെ മെസ്സേജ് വായിച്ചിരിക്കും. നമ്മൾ മെസ്സേജ് കാണുമ്പോൾ അത് പറയേണ്ടതാണെങ്കിൽ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പ്രേക്ഷകർ വരുന്നുണ്ട്. നമ്മളെല്ലാവരെയും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനമാനേജ്മെന്റിലെ പിടിപ്പുകേട് എന്നാണ് വിമർശനം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും കൂടുതൽ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, ഇത് കോടതി വരെ എത്തിയ ഒരു തർക്കമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ. എന്താണ് കേന്ദ്രത്തിന്റെ നിലപാട്? എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അച്യുതൻ? ഉന്മേഷ്, ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുൻപ് ഹർജി പരിഗണിക്കുമ്പോൾ അറ്റോർണി ജനറലാണ് കേന്ദ്രത്തിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി നിലവിലില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ചില പ്രതിസന്ധിയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഇടക്കാല ആശ്വാസം തേടിയുള്ള ഹർജി ഉടനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് അന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കപിൽ സിബൽ പറഞ്ഞത്, സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞത് ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ്. ആ നിമിഷമാണ് സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കകം കേന്ദ്രത്തോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായി ആവശ്യപ്പെട്ടിരുന്നത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും കേരളത്തിനെ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്രം അതിൽ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് ധന മാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്ന് കേന്ദ്രം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ മോശം മാനേജ്മെന്റാണ് കേരളത്തിലുള്ളത്. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട്. കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. കിഫ്ബിക്ക് സ്വന്തമായ ഒരു വരുമാന സ്രോതസ്സില്ല. മാത്രമല്ല രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഈ അധിക കടമെടുപ്പുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിനെതിരായ ഒരു കൂട്ടം വിമർശനങ്ങളാണ് ഈ വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ ഹർജി ഇനി പരിഗണിക്കുന്നത് ഈ മാസം 13-നാണ്. അന്ന് എന്തായാലും ഈ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവുക. കേരളം ആവർത്തിക്കുന്നത് ഒരു ഇടക്കാല ആശ്വാസം ഇതിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം പെൻഷൻ നൽകുന്നതിലടക്കം പ്രതിസന്ധി നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന വണ്ണം ഈ ഇടക്കാല കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നൊരു ആവശ്യം പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അതിനൊരു പരിഹാരം സുപ്രീം കോടതിയിൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിനും ഇനി കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും. ഉന്മേഷ്, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നു, കടമെടുപ്പ് പരിധി ഉയർത്താൻ അനുവദിക്കണം എന്നാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. പക്ഷേ അതിന് കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കോടതിയിലും അതേ നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. സംസ്ഥാന ബജറ്റ് വാർത്തകൾ നൽകുന്നില്ല എന്ന് ചില പ്രേക്ഷകരൊക്കെ പരാതി പറഞ്ഞിരുന്നു. ആ വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. സംസ്ഥാന ബജറ്റ് നാളെ.
സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രികവടി ബജറ്റിലുണ്ടാകുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. മാന്ത്രികവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രികവടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിത വാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം. അങ്ങനെ ബജറ്റ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. രാജേന്ദ്രൻ വയല ചോദിക്കുന്നത് ബജറ്റ് കാലി ബജറ്റ് ആകുമോ എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് സംസ്ഥാനത്ത്. എങ്ങനെ സർക്കാർ അതിനെ മറികടക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അക്കാര്യം വ്യക്തമാകും. പ്രമോദ് അക്കരത്ത് അദ്ദേഹം രണ്ടാമതും ആ കമന്റ് തന്നെ ആവർത്തിക്കുകയാണ്. ഇടതുവിരുദ്ധ ചാനൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് താങ്കളുടെ തോന്നൽ മാത്രമാണ്. അങ്ങനെ യാതൊരു വിരുദ്ധതയും ഇല്ല. ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് മമതയോ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് വിദ്വേഷമോ ഒന്നുമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് താങ്കളുടെ തോന്നൽ മാത്രമാണെന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. വിനീത് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികളാണ് ആർദ്രയും ശ്രീലക്ഷ്മിയും. അവർ ഒരു ഹായ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഹായ് പറയുന്നു. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ഒപ്പം മറ്റ് പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ നമ്മൾ അത് സമയങ്ങളിൽ നൽകുകയും ചെയ്യും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് C കൃഷ്ണകുമാറും NDA സ്ഥാനാർത്ഥികളാകുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പാലക്കാട് ചേരുന്ന BJP ഇൻചാർജുമാരുടെ യോഗത്തിൽ ധാരണയായി. BJP ദേശീയ കൗൺസിലിന് മുൻപ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജോ, ഷോൺ ജോർജോ സ്ഥാനാർത്ഥിയാകും. BDGS-ന് 3 സീറ്റ് നൽകാനാണ് തീരുമാനം. LDF-നും UDF-നും ഒരു മുഴം മുമ്പേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകാനാണ് BJP തീരുമാനം. 17, 18 തീയതികളിൽ ദേശീയ കൗൺസിൽ ചേരുന്നതിന് മുമ്പ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് C കൃഷ്ണകുമാറും സീറ്റ് ഉറപ്പിച്ചു. കുമ്മനം രാജശേഖരന്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്ന പത്തനംതിട്ടയിൽ PC ജോർജിനോ മകൻ ഷോൺ ജോർജിനോ നറുക്കുവീഴും. വയനാട് രാഹുൽ ഗാന്ധിയെങ്കിൽ BJP സംസ്ഥാനത്തെ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ എന്നീ പേരുകളാണ് പരിഗണനയിൽ. വടകര MT രമേശ്, പ്രഫുൽ കൃഷ്ണൻ, കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, കാസർഗോഡ് PK കൃഷ്ണദാസ്, പ്രകാശ് ബാബു, മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനി എന്നിവരെ പരിഗണിക്കുന്നു. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. മലപ്പുറം AP അബ്ദുള്ളക്കുട്ടി, പൊന്നാനി പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളത്ത് അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ സസ്പെൻസ് തുടരാനാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖരൻ, നിർമ്മല സീതാരാമൻ മുതൽ VV രാജേഷിന്റെ വരെ പേരുകൾ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു. കോട്ടയം സീറ്റ് BDJS-ന് നൽകും. BDJS-ന്റെ പക്കലുണ്ടായിരുന്ന മാവേലിക്കര മണ്ഡലത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് സാധ്യത കൽപ്പിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധ്യത. PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ്
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, സഭാ മേലധ്യക്ഷന്മാരിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് BJP അംഗത്വം എടുത്തത് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. 24-ന്റെ ജനകീയ കോടതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം ബിനീഷ് കോടിയേരിയെ അറിയിച്ചിരുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഷോൺ ജോർജ് പങ്കെടുക്കുന്ന ജനകീയ കോടതി ഇന്ന് രാത്രി 8 മണിക്ക് 24-ൽ സംപ്രേഷണം ചെയ്യും. ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം നിർത്താനുള്ള BJPയുടെ നീക്കങ്ങൾക്കിടെയാണ് BJP പ്രവേശനത്തിന് പിന്നാലെയുള്ള ഷോൺ ജോർജിന്റെ പ്രതികരണം. അനുവാദം വാങ്ങേണ്ട സഭാധ്യക്ഷന്മാരിൽ നിന്നെല്ലാം അനുവാദം ലഭിച്ച ശേഷമാണ് BJP പ്രവേശനമെന്നും ഈ സഭാധ്യക്ഷന്മാരുടെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഷോൺ ജോർജ്. ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്. പാലാ രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർക്കെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എന്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതും തുല്യം ഞാൻ ചെയ്യില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം ബിനീഷ് കോടിയേരിയോട് പറഞ്ഞിരുന്നുവെന്നും പിതാവ് PC ജോർജ് വഴി ഹർജി നൽകിയാൽ പോരെ എന്നായിരുന്നു ബിനീഷിന്റെ ചോദ്യമെന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞാളിയ ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നിന്റെ കാര്യം ഞാൻ എന്നാ പറയാനാ? എന്നോട് ഇല്ല, എതിർത്തിയല്ല, നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും കാര്യം ഫയൽ ചെയ്തപ്പോയിരുന്നു. ഞാൻ അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. കൈവെട്ട് കേസിൽ പ്രൊഫസർ TJ ജോസഫ് ഇസ്ലാമിനെ വിമർശിച്ചത് തെറ്റെന്നും ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ വിശ്വാസം മുറിപ്പെടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. 24 കൊച്ചി. അപ്പോൾ ജനകീയ കോടതി ഇന്ന് രാത്രി 8 മണിക്കുണ്ട്. ഷോൺ ജോർജ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ജനകീയ കോടതി കാണുക, അപ്പോൾ വ്യക്തമാകും. കോട്ടയത്ത് LDF സീറ്റിൽ വീണ്ടും തോമസ് ചാഴികാടൻ തന്നെ മത്സരിച്ചേക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം 24-നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. MP എന്ന നിലയിലെ പ്രകടനം തന്നെയാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് വീണ്ടും പരിഗണിക്കാനുള്ള കാരണം. നിലവിൽ മറ്റു നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ചർച്ചയിലില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളാരും അവകാശവാദവും ഉന്നയിക്കാത്തതിനാൽ ചാഴിക്കാടന് തന്നെ ഒരവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ചാഴിക്കാടനും 24-നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയും പാർട്ടിയുമാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കി നടപടികളിലേക്ക് പോകും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. LDFിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തും. അതേസമയം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ജോസഫ് വിഭാഗം നാളെ ഹൈപ്പവർ കമ്മിറ്റി ചേരും. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് ശേഷമാവും തിരുവനന്തപുരത്ത് ഹൈപ്പവർ കമ്മിറ്റി ചേരുക. ഇതിനുശേഷം PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തോമസ് ചാഴിക്കാടനിലേക്ക് ഒതുങ്ങുമ്പോൾ തർക്കത്തിനൊടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തി നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. അപ്പോൾ നാളെ നിർണായക യോഗങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ദിവസമാണ്. UDFിന്റെ നേതൃയോഗമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗമുണ്ട്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാഷ്ട്രീയമായി നാളെ. ഷാറൂൺ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്കൂളിൽ കഞ്ഞി വയ്ക്കുന്നവരുടെ ശമ്പളം തരാൻ ഒന്ന് പറയാമോ? 2 മാസമായിട്ട് ഇത് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ മെസ്സേജ് അദ്ദേഹം ഇപ്പോൾ 2ാമത്തെ തവണയാണെന്ന് തോന്നുന്നു അയക്കുന്നത്. ആ വിഷയം അതങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മളിനി മലപ്പുറത്തേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ നിന്ന് ഇന്ന് വന്ന ഒരു വാർത്ത. കുറ്റിപ്പുറത്ത് പച്ച മാംസം പച്ചയ്ക്ക് കഴിച്ച യുവാവ്. പട്ടിണി മൂലമാണ് പൂച്ചയെ കഴിച്ചത് എന്നാണ് അസം സ്വദേശിയായ യുവാവ് നൽകിയ മൊഴി. പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച യുവാവിനെ പക്ഷേ പിന്നീട് കാണാതായി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് സംഭവം. അസം സ്വദേശിയായ യുവാവ് ബസ് സ്റ്റാൻഡിലെ ഒരു ഭാഗത്തിരുന്ന് കയ്യിലുള്ള പൊതിയുടെ കെട്ടഴിച്ചു. തുടർന്ന് മാംസം ഭക്ഷിക്കാൻ തുടങ്ങി.
ദുർഗന്ധമുണ്ടായതോടെ നാട്ടുകാരും വ്യാപാരികളും വിവരമന്വേഷിച്ചപ്പോഴാണ് ചത്ത പൂച്ചയെയാണ് ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലായത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ 4 ദിവസമായി പട്ടിണിയാണെന്നായിരുന്നു അസം സ്വദേശിയുടെ മറുപടി. പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച് അപ്രതീക്ഷിതനായ യുവാവിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരൂർ. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരികയാണ്. യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചില മാനസിക പ്രശ്നങ്ങൾ യുവാവിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തെ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അരുൺ പാറക്കലുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇത് പോലീസാണ് യുവാവിനെ കണ്ടെത്തിയത്. എന്താണ് ലഭ്യമാകുന്ന വിവരം അരുൺ? ഉന്മേഷ്, ഈ സംഭവം ഉണ്ടായത് മുതൽ തന്നെ കുറ്റിപ്പുറം പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരും യുവാവിനായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവാവിനെ കണ്ടെത്തി. യുവാവ് വൃത്തിഹീനമായ രീതിയിലായിരുന്നു ഇന്ന് രാവിലെ പോലീസ് കണ്ടെത്തിയത്. ഉടൻ തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരും പോലീസും ചേർന്ന് യുവാവിനെ കുളിപ്പിക്കുകയും തുടർന്ന് യുവാവിന് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണവും വാങ്ങി നൽകുകയും ചെയ്തു. ഇതിന് ശേഷമാണ് യുവാവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. അസം സ്വദേശിയാണ് യുവാവ് എന്നാണ് യുവാവ് പറഞ്ഞത്. വീട്ടിലെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുവാവിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും മാനസിക പ്രശ്നങ്ങൾ യുവാവിനുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി അരുൺ. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും തണ്ണീർക്കൊമ്പന്റെ ദാരുണാന്ത്യം ബന്ദിപ്പൂരിൽ എത്തിച്ചപ്പോഴായിരുന്നു ദാരുണാന്ത്യം ഉണ്ടായത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. തണ്ണീർക്കൊമ്പന്റെ ആരോഗ്യനില നേരത്തെ തന്നെ മോശമായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ ആ സമയത്ത് തന്നെ വന്നതാണ്. ഇപ്പോൾ കർണാടക വനംവകുപ്പിന് ഗുരുതര വീഴ്ച പറ്റി ഇക്കാര്യത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ആന കേരള അതിർത്തിയിലേക്ക് കടന്ന വിവരം ഔദ്യോഗികമായി സംസ്ഥാനത്തെ വനംവകുപ്പിനെ അറിയിച്ചില്ല. റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ ലഭിക്കാത്തതും ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് തിരിച്ചടിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെല്ലറ്റ് ആക്രമണത്തിന് ആന ഇരയായിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളും അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതുമാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജനുവരി 16-നാണ് തണ്ണീർക്കൊമ്പനെ ഹാസനിൽ നിന്ന് പിടികൂടി മൂലഹള്ള ഭാഗത്ത് വിടുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച് അന്നു തന്നെ കാട്ടിൽ വിട്ടതായാണ് കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം. നാഗർഹോളെ വഴി തോൽപ്പെട്ടിയിലേക്ക് എത്തുകയും തുടർന്ന് തലപ്പുഴയിലൂടെ എടവകയിലേക്കും മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ആന കേരളത്തിന്റെ വനാതിർത്തി കടന്ന വിവരം കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാത്തതും ട്രാക്കിങ്ങിന് തിരിച്ചടിയായി. മാനന്തവാടിയിലേക്ക് ഇറങ്ങിയതിന്റെ തലേദിവസം തലപ്പുഴ ഭാഗത്തും അതിനു മുമ്പ് തിരുനെല്ലി സർവാണി ഭാഗത്തും ആനയെ കണ്ടതായുള്ള വിവരം വനംവകുപ്പിനെ നാട്ടുകാർ അറിയിച്ചിരുന്നു. ഈ സമയം സർവ്വസന്നാഹവും ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് തന്നെ തുരത്താൻ കഴിയാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉദ്യോഗസ്ഥരും ഈ ആനയെ കുറിച്ച് മനസ്സിലാക്കാനോ അതിനെ തടയാനോ ശ്രമിക്കാതിരുന്നത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കണ്ടുവരും. ആന ഗുരുതരമായ രീതിയിൽ പെല്ലറ്റ് ആക്രമണത്തിന് വിധേയനായിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. കർണാടകയിലെ തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാകും ഈ സ്ഥിതി ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. ശരീരത്തിനുള്ളിലെ പഴുപ്പ് ആഴമേറിയതാണ്. ഇത് പലയിടങ്ങളിലേക്കും പടർന്നിട്ടുമുണ്ട്. അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതും മരണത്തിന് കാരണമായതായാണ് വിലയിരുത്തൽ. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതി അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം. കർണാടക വനംവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. 24 വയനാട്. ചാക്കോ ജോസഫ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. 3 ദിവസമായി ആന ന്യൂസ് അല്ലാതെ മറ്റൊന്നുമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആന ന്യൂസ് ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട വാർത്തയായ ദിവസം നമ്മൾ ആ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു വാർത്തകൾ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ടല്ലോ. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഈ ആന വാർത്തയിലേക്ക് എത്തിയത്. തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിലെ 10ാം ഡിവിഷനിലാണ് പുലി ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തു പശുവിനെ കൊന്നു. 10ാം ഡിവിഷനിലെ സാമിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. പകുതി ഭക്ഷിച്ച പശുവിന്റെ ജഡം ഇന്ന് രാവിലെയാണ് നാട്ടുകാർ കണ്ടത്. പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. സൈനിക വിവരങ്ങൾ ചോർത്തിയതിന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരൻ അറസ്റ്റിലായിരിക്കുന്നു. സത്യേന്ദ്ര സിവാൽ എന്നയാളാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റേതാണ് നടപടി. വിവരങ്ങൾ ഭീകര സംഘടനയായ ISIക്ക് ചോർത്തി നൽകി എന്നാണ് കണ്ടെത്തൽ. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, അതീവ ഗൗരവമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIക്ക് ചോർത്തി നൽകിയ കേസിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ സത്യേന്ദ്ര സിവാൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരനാണ് ഇയാൾ അവധിക്കായി നാട്ടിൽ എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർത്തി നൽകിയതായുള്ള വിവരം ഈ ഉത്തർപ്രദേശ് ATSന് ലഭിച്ചത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് ATS സ്വതന്ത്രമായി വിവരശേഖരണം നടത്തുകയും ഇത് ശരിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മീററ്റിലെ ഓഫീസിലേക്ക് ഇയാളോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. മീററ്റിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് ATS രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർണായകമായ രഹസ്യങ്ങൾ ഇയാൾ ISIക്ക് ചോർത്തി നൽകി എന്നാണ് ഈ ATS നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പണത്തിന് പകരമായാണ് ഇയാൾ ഈ വിവരങ്ങൾ നൽകിയത് എന്നും ATS വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് ഹാപ്പൂർ സ്വദേശിയാണ് ഇയാൾ. 2021 മുതൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരനായി ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇയാളുമായി ISI ബന്ധം സ്ഥാപിക്കുകയും ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ നൽകുന്നതിന് പകരമായി പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നും ഇതിന് ഇയാൾ വഴങ്ങുകയും ഈ നൽകിയ വിവരങ്ങൾക്ക് പകരമായി പണം കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്രത്തോളം പ്രധാനപ്പെട്ട ഏതെല്ലാം രഹസ്യങ്ങളാണ് ഇയാൾ നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ATS ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ ISIക്ക് സഹായം നൽകുന്ന തരത്തിൽ മറ്റ് ആളുകൾ കൂടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നുമാണ് ATS അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വസന്തകുമാരി നമ്മൾ നൽകിയ വാർത്തകളൊക്കെയായി ബന്ധപ്പെട്ട പ്രതികരണം നൽകുന്നത് ഇങ്ങനെയാണ്. അസം സ്വദേശിയെ കണ്ടെത്തിയല്ലോ, തണ്ണീർ മറക്കില്ല, തെക്കൻ ചൈനയിലെ കരുതൽ അതും സൂപ്പർ എന്നാണ് പറയുന്നത്. സന്ദീഷ് പറയുന്നു, ആന ഇറങ്ങിയാൽ വാർത്ത, നടപടിയെടുത്താൽ കണ്ണീർ കഥകൾ പൊഴിച്ചുള്ള വാർത്ത, എന്തൊക്കെ കാണണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബിജു KP പറയുന്നത്, മൃഗങ്ങളുടെ ഇടങ്ങളൊക്കെ മനുഷ്യൻ കയ്യേറി, അതുകൊണ്ടാണ് അവയ്ക്കിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷൈനി ചിത്ര ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ് ഭരണത്തിലുള്ള തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ്, ജീവനക്കാരൻ 2 കോടി രൂപ തട്ടിയെന്നും ഒരു വാർത്ത കണ്ടിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നാണ് ഷൈനി ചിത്രയുടെ ചോദ്യം. ഷൈനി, അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. വരുന്ന സമയത്ത് നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മൾ ചൈനയിലെ ആനക്കൂട്ടത്തെ എങ്ങനെയാണ് സർക്കാർ അവിടെ പരിചരിച്ചത് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അശോകൻ MC പറയുന്നത് ചൈന അങ്ങനത്തെ ഒരു മേഖലയാണ്, പക്ഷേ ഇവിടെ അത് സാധ്യമല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. പ്രദീപ് കുമാർ പറയുന്നുണ്ട്, വളരെ ചെറിയ ഇടവേള എന്ന് പറഞ്ഞിട്ടെന്ന്. വളരെ ചെറിയ ഇടവേളയല്ലായിരുന്നു പ്രദീപ്. നമ്മളിനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നത് 24 നൽകിയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന വിദ്യാഭ്യാസ മാഫിയയ്ക്ക് നിയന്ത്രണം, വിദ്യാഭ്യാസ ഏജന്റുമാരെ നിയന്ത്രിക്കാനുള്ള നിയമം അടുത്ത സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. ഏജൻസികൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാക്കും. കരട് ബിൽ തയ്യാറായെന്നും കുട്ടികളെ തട്ടിപ്പിന് ഇരയാക്കുന്ന വ്യാജ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നിയമമെന്നും മന്ത്രി ഡോക്ടർ R. ബിന്ദു 24നോട് പറഞ്ഞു. 24 ഇമ്പാക്ട്. അന്യ സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ പ്രവേശനം നൽകി വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന മാഫിയയുടെ തട്ടിപ്പ് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. സമാന രീതിയിൽ വിദേശത്തേക്കും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്ത വൻ തട്ടിപ്പാണ് സംഘങ്ങൾ നടത്തുന്നത്. തുടർന്നാണ് ഏജന്റുമാരെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ നീക്കം തുടങ്ങിയത്. ഇതിന്റെ കരടിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകി. ഏജൻസികൾക്കും ഏജന്റുമാർക്കും രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും. നിരീക്ഷണത്തിന് സംസ്ഥാനതല സമിതി രൂപീകരിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചാൽ തടവും പിഴയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ ഏജൻസികൾ സർക്കാരിന് നൽകണം. കോളേജിന്റെ വിവരങ്ങൾ, ഫീസ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ വ്യക്തമാക്കണം. വിദ്യാഭ്യാസ വായ്പാ തുക നേരിട്ട് കോളേജിന്റെ അക്കൗണ്ടിലേക്ക് നൽകണം എന്നീ വ്യവസ്ഥകളും നിയമത്തിലുണ്ട്. കരട് നിയമവകുപ്പ് പരിശോധിച്ചിട്ടുണ്ടെന്നും കുട്ടികളെ തട്ടിപ്പിനിരയാക്കുന്നവർക്കെതിരെയാണ് നിയമമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. വ്യാജമായ നിലയിൽ പ്രവർത്തിക്കുകയും കുട്ടികളെ തട്ടിപ്പിനിരയാക്കുകയും കബളിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പോൾ പല ഏജൻസികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് കരട് ബിൽ തയ്യാറാക്കിയത്. ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സജി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം.
ഇർഷാദ് പുലുവട്ട പറയുന്നു, പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെയും മുൻകാല പട്ടാള അട്ടിമറി വാർത്തകളുടെ മനോഹരമായ അവതരണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വേൾഡ് റൗണ്ടപ്പിൽ നൽകിയ സ്റ്റോറിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ചേറും ചേറാടിയും എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണമുണ്ട്. കേന്ദ്രീകൃത സംവിധാനത്തിൽ പ്രിന്ററുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിസ്സാരമായി ഉദ്യോഗസ്ഥർക്ക് തന്നെ ലൈസൻസും RCയും പ്രിന്റ് കൊടുക്കാമെന്നിരിക്കെ സ്വകാര്യ കമ്പനിക്ക് പുറം കരാർ കൊടുത്ത് ചുളുവിൽ ഡേറ്റ കച്ചവടം നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഇപ്പോൾ വരുന്നത്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് NIT പ്രൊഫസറുടെ ഗോഡ്സെ പ്രകീർത്തനത്തിൽ വിശദീകരണം തേടി NIT ഡയറക്ടർ. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട്. അധ്യാപികയുടെ അഭിപ്രായം അപമാനകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് അടച്ച ക്യാമ്പസ് നാളെ തുറക്കും. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു NIT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ അനുകൂല കമന്റ്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം ഉണ്ട് എന്നായിരുന്നു കമന്റ്. വിഷയം വിവാദമായതോടെ അധ്യാപകയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. ഇതിനിടയിലാണ് അധ്യാപികയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു രംഗത്തെത്തിയത്. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. വിഷയത്തിൽ കാലിക്കറ്റ് NIT ഡയറക്ടർ അധ്യാപികയോട് വിശദീകരണം തേടി. നിലവിൽ SFI നൽകിയ പരാതിയിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ ഇന്നലെ കുന്നമംഗലം പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട്. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് അടച്ച ക്യാമ്പസ് നാളെ തുറക്കാനിരിക്കെയാണ് പുതിയ വിവാദം. 24 കോഴിക്കോട്. ജേക്കബ് സാമുവൽ പറയുന്നുണ്ട്, അടൂർ പള്ളിക്കൽ പഞ്ചായത്തിൽ 13-ാം വാർഡിൽ അവിടെ കുടിവെള്ളം കിട്ടിയിട്ട് 1.5 മാസം കഴിഞ്ഞു. 24 ദയവായി ഇടപെടുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അക്കാര്യം അവിടുത്തെ റിപ്പോർട്ടറെ അറിയിക്കുന്നതാണ്. ഇതിനോടകം തന്നെ താങ്കൾ നൽകിയ ഈ കാര്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അവിടുത്തെ റിപ്പോർട്ടർക്ക് വാട്സാപ്പിൽ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കണ്ടതിന് ശേഷം അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. പ്രവാസി സംരംഭകയ്ക്ക് കേരളത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന 24 വാർത്ത ഫലം കണ്ടു. കണ്ണൂർ സ്വദേശി ഹസീന നിഷാദിന്റെ വാഹനത്തിന് 8 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ ലഭിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു. പ്രവാസി സംരംഭക കണ്ണൂർ സ്വദേശി ഹസീന നിഷാദ് 1.5 കോടി രൂപ മുടക്കിയാണ് ഡിഫൻഡർ എന്ന വാഹനം വാങ്ങിയത്. പക്ഷേ ഇഷ്ടവാഹനം നിരത്തിലിറക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് 8 മാസം. കഴിഞ്ഞ ദിവസമാണ് 24 വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് എത്രയും വേഗം പരിഹാരം വേണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. 24 ചാനലിൽ ഒരു പരാതി, ഒരു സംരംഭകയായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് 1.5 കോടി രൂപയുടെ ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വാങ്ങി. കഴിഞ്ഞ 8 മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല. ഓരോരോ മുട്ടി ന്യായങ്ങൾ പറയും. ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നാളെ വർത്താനമൊന്നുമില്ല, നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കി ന്യായങ്ങളെല്ലാം പിന്നെ. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പേ ഉദ്യോഗസ്ഥർ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, എന്നെ വിവരം അറിയിച്ചു. മന്ത്രി ഇടപെട്ടതോടെ ഇന്നലെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. DGFT ക്ലിയറൻസിന്റെ പേരിലാണ് കണ്ണൂർ RTO രജിസ്ട്രേഷൻ വൈകിപ്പിച്ചത്. ഇതോടെ ഫാൻസി നമ്പർ ലഭിക്കാൻ അടച്ച പണവും നമ്പറും നഷ്ടമായി. പ്രശ്നപരിഹാരത്തിന് പലതവണ നാട്ടിൽ വന്നു പോയതിന്റെ ചെലവ് വേറെയും. മന്ത്രിയുടെ ഇടപെടലിൽ ഏറെ സന്തോഷമെന്ന് ഹസീന പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ 24 വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 4 പേർ മരിച്ചു. എറണാകുളത്ത് 2 വാഹനാപകടങ്ങളിൽ 3 പേരും, പത്തനംതിട്ട പന്തളത്ത് കാറും ബസ്സും കൂട്ടിയിടിച്ച് ഒരാളുമാണ് മരിച്ചത്. MC റോഡിൽ പന്തളം കുരമ്പാലയിൽ അമൃത വിദ്യാലയത്തിന് സമീപം KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഒരാൾ മരിച്ചത്. രാവിലെ 6:45 അപകടം. തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സും അടൂർ ഭാഗത്തു നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കോതമംഗലം നെല്ലിക്കുഴിയിലായിരുന്നു രണ്ടാമത്തെ അപകടം. ബൈക്ക് അപകടത്തിൽ 2 യുവാക്കളാണ് മരിച്ചത്. സമീപത്തെ കാനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഞാറയ്ക്കൽ എടവനക്കാട് സ്വദേശി അമാനുദ്ദീൻ, കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജിദ് എന്നിവരാണ് മരിച്ചത്. വിനോദയാത്രയ്ക്കായി 2 ദിവസം മുൻപാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത്. 4 മണിയോടെ ബൈക്ക് വഴിയരികിൽ കണ്ട നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വൈറ്റില തൈക്കൂടത്തിന് സമീപം മെട്രോ തൂണിൽ ബൈക്ക് ഇടിച്ചു കയറിയാണ് 4ാമത്തെ അപകടം. തൃപ്പുണിത്തുറ സ്വദേശി ജയശങ്കർ തമ്പിയാണ് അപകടത്തിൽ മരിച്ചത്. 24 കൊച്ചി. സിന്ധു കേസ് ചോദിക്കുന്നുണ്ട്, ഹാഷ്മി എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഹാഷ്മിക്ക് ഇന്ന് ചെറിയൊരു അസൗകര്യമുള്ളത് കൊണ്ടാണ്
എത്താതിരുന്നത്. അടുത്ത ദിവസം മുതൽ ഹാഷ്മി സജീവമായി തന്നെ ഉണ്ടാകും. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കുന്നു. കാസർഗോഡ് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ സന്ദേശം പ്രചരിച്ചതിനെ തുടർന്ന് ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് ചികിത്സ ലഭിക്കാൻ വൈകി. അപകടത്തിൽപ്പെട്ട കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോ 10 മണിക്കൂറോളമാണ് ചികിത്സ കിട്ടാതെ റെയിൽവേ ട്രാക്കിന് സമീപം കിടന്നത്. കാസർഗോഡ് ഉദിനൂരിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. മാവേലി എക്സ്പ്രസിൽ ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ലിജോ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണത്. അപകട വിവരമറിഞ്ഞ നാട്ടുകാർ രാത്രി തന്നെ തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഇതിനിടെയാണ് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ സന്ദേശം പ്രചരിച്ചത്. യുവാവിനെ കണ്ടെത്തിയെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുമാണ് പ്രചരിച്ച സന്ദേശം. ഇതോടെ നാട്ടുകാർ തിരച്ചിൽ നിർത്തി. റെയിൽവേ ട്രാക്കിന് സമീപം ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന ലിജോയെ പിറ്റേ ദിവസം രാവിലെയാണ് കണ്ടെത്തിയത്. പിന്നെ റെയിലിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ കൈ വീശി കാണിക്കുന്നത് കണ്ടത്. ആദ്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്ന്. പിന്നെ അയാളുടെ നടത്തത്തിൽ എന്തോ അപാകത കണ്ടപ്പം എനിക്കെന്തോ സംശയം തോന്നി. അങ്ങനെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ഭയങ്കര തലയിലും കയ്യിലും എല്ലാം മുറിവേറ്റിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ലിജോ. രക്തം വാർന്ന് തീർത്തും അവശനിലയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 24 കാസർഗോഡ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നവരൊക്കെ ഓർക്കുക, ഇത്തരത്തിൽ തെറ്റായ സന്ദേശം അയച്ചാൽ അത് ചിലപ്പോൾ ജീവൻ പോലും അപകടത്തിലാക്കിയേക്കാം. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ആ യുവാവ് രക്ഷപ്പെടുകയായിരുന്നു. നമ്മളിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് വളരെ വേഗത്തിൽ കടക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഹെഡ് ഓഫീസ് സീൽ ചെയ്തു. തൃശൂർ വല്ലച്ചിറയിലുള്ള ഓഫീസാണ് ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ സീൽ ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിൽ ED അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജീഷ്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി? ഉന്മേഷ്, ഈ ഹൈറിച്ച് കമ്പനിക്ക് തൃശ്ശൂരിൽ മാത്രം 6 ശാഖകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശാഖയാണ്, ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ വല്ലച്ചിറ പഞ്ചായത്തിലുള്ള കടലാശ്ശേരി എന്ന സ്ഥലത്തുണ്ടായിരുന്നത്. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം ഈ ശാഖ പ്രവർത്തിച്ചിരുന്നില്ല. നിലവിൽ ED അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബഡ്സ് ആക്ട് നിയമപ്രകാരം കളക്ടർ ഈ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് എന്നവർ അവകാശപ്പെടുന്ന ഈ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്യാൻ ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചേർപ്പ് പോലീസ് ഈ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ EDയുടെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതാപന്റെയും ഭാര്യ ശ്രീന പ്രതാപന്റെയും വീട്ടിലും ED പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴേക്കും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയിരുന്നെങ്കിൽ ഈ ഹൈക്കോടതിയും ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഏതാണ്ട് 200-ലധികം കോടി രൂപയുടെ സ്വത്തും ED കണ്ടുകെട്ടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള തുടർ നടപടി. മറ്റ് ഓഫീസുകൾ, ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം മറ്റ് ഓഫീസുകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് 70-ലധികം ഓഫീസുകൾ ഈ ഹൈറിച്ച് കമ്പനിക്കുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ നടത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. നേരത്തെ കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിൽ ചേർപ്പ് പോലീസായിരുന്നു ഈ തൃശൂർ കോടതിയുടെ ആവശ്യപ്രകാരം ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏതാണ്ട് 1000-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ചേർപ്പ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നിലവിൽ ഈ ബഡ്സ് ആക്ട് പ്രകാരം കളക്ടറിന്റെ ഉത്തരവിലാണ് ചേർപ്പ് പോലീസ് ഇവരുടെ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് പൂട്ടി സീൽ ചെയ്തത്. ശരി, നടപടി ഉണ്ടാകുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതിന്റെ ഹെഡ് ഓഫീസ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ് എന്നാണ് അജീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീതളം എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് കണ്ണൂരിൽ നല്ല ചൂടാണ് എന്ന് പറയുന്നുണ്ട്. കണ്ണൂരിലല്ല, ഇവിടെയും നല്ല ചൂടാണ്. കൊച്ചിയിലും ദിവസങ്ങളിലായി നല്ല ചൂട് തന്നെയാണുള്ളത്. ഷഫീർ മണ്ണാർക്കാട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് KYC നിർബന്ധമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് കരുതുന്നത്. വ്യാജ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ നൽകിയ വാർത്ത. അതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് നമ്മൾ കരുതുന്നു. ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോയി വരാം. ഉത്തർപ്രദേശിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ചർച്ച തുടരുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത്. വലിയ പരിപാടികൾക്കൊന്നും കോൺഗ്രസ് ക്ഷണിക്കാറില്ല എന്ന് അദ്ദേഹം പറയുന്നു. ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ മാസം 14-നാണ് ഭാരത് ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ പര്യടനം ആരംഭിക്കുക. ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് നേരത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആരോപിച്ചിരുന്നു. BJP ഓപ്പറേഷൻ താമര ആരംഭിച്ചു എന്ന ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷിയുടെ പ്രസ്താവനയിൽ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകി. അതിഷിയുടെ വസതിയിൽ നേരിട്ട് എത്തിയായിരുന്നു നടപടി. നാളേക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. മദ്യനയ അഴിമതി കേസിൽ ഹാജരാകാത്തതിനെതിരെ ED കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. 25 കോടി രൂപ പാർട്ടി MLA മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചെന്ന കേജ്രിവാളിന്റെ പ്രസ്താവനയ്ക്കും
ഡൽഹിയിൽ BJP ഓപ്പറേഷൻ ലോട്ടസ് വീണ്ടും ആരംഭിച്ചെന്ന അതിഷിയുടെ പ്രസ്താവനയിലുമാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം പിടിമുറുക്കിയത്. പരാമർശങ്ങളിൽ ഡൽഹി BJP ഘടകം പരാതി നൽകിയിരുന്നു. ഈ കേസിൽ ഇന്നലെ അന്വേഷണ സംഘം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് അതിഷിയുടെ വസതിയിൽ അന്വേഷണ സംഘം ഇന്നെത്തിയത്. അതിഷി വസതിയിൽ ഇല്ലായിരുന്നിട്ടും ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകി മടങ്ങി. പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമായ തെളിവുകൾ നൽകാനും ഇരുവരോടും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനുകൂല പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. തുടർച്ചയായി സമൻസുകൾ അവഗണിച്ചതിന് ED കോടതിയെ സമീപിച്ചതിന് പിന്നാലെ വിഷയത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിയമോപദേശം തേടി. EDയും കേജ്രിവാളിനെതിരെ നടപടി കടുപ്പിക്കുകയാണ്. അഴിമതി കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും സൂചനകളുണ്ട്. 24 ഡൽഹി. ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥികളാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഷഫീദ് ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. CPI സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൃശൂരിൽ VS സുനിൽകുമാർ, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, വയനാട്ടിൽ ആനി രാജയ്ക്ക് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാവേലിക്കരയിൽ AIYF നേതാവ് CE അരുൺകുമാർ എന്നിവർ പരിഗണനയിൽ. 10-11 തീയതികളിൽ ചേരുന്ന CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇക്കാര്യം സംബന്ധിച്ച് അന്തിമ ധാരണയുണ്ടാകും എന്നാണ് ഇപ്പോൾ ഷഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. BJPക്കെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. BJP തന്നെ പാർട്ടിയിൽ ചേരാൻ നിർബന്ധിച്ചു. BJPക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ല, BJPയിലേക്ക് താൻ ഒരിക്കലും പോകില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം വരുന്നത്. വിശദാംശങ്ങളുമായി R അച്യുതൻ ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് കെജ്രിവാൾ പറയുന്നത്? അച്യുതൻ. ഉന്മേഷ്, വീണ്ടും അതേ ആരോപണം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവർത്തിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം ഈ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ഈ നോട്ടീസ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് അതേ ആരോപണം തന്നെ വീണ്ടും കേജ്രിവാൾ ആവർത്തിക്കുന്നത്. BJP തന്നെ പാർട്ടിയിൽ ചേരാനായി നിർബന്ധിപ്പിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരിക്കലും താൻ BJPക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, BJPയിൽ താൻ ചേരുകയുമില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ 25 കോടി രൂപ തന്റെ പാർട്ടി MLA-മാർക്ക് BJP വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും BJPയിൽ ചേരാൻ നിർബന്ധിപ്പിച്ചു എന്നുമായിരുന്നു പ്രസ്താവന. ഇതേ സമാന പ്രസ്താവന മന്ത്രി അതിഷിയും നടത്തിയിരുന്നു. അതായത് ഓപ്പറേഷൻ ലോട്ടസ് അത് ഡൽഹിയിൽ വീണ്ടും BJP ആരംഭിച്ചു എന്നതായിരുന്നു മന്ത്രി അതിഷിയുടെ പ്രസ്താവന. ഇരു പ്രസ്താവനകൾക്കെതിരെയും BJP സംസ്ഥാന ഘടകമായിരുന്നു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം ഇരുവരുടെ വസതിയിലെത്തിയതും ഈ നോട്ടീസുകൾ നൽകിയതും. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ അത് നൽകണമെന്നൊരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വച്ചത്. പക്ഷെ അനുകൂല പ്രതികരണങ്ങളൊന്നും ഇരുവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും അതേ ആരോപണം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്നത്. ആം ആദ്മി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത് ഏതാണ്ട് 7 MLA-മാരെ അടർത്തിയെടുക്കുവാൻ BJP ശ്രമിച്ചു എന്നുള്ളതും ആം ആദ്മിയും പാർട്ടിയും ഇതിനോടൊപ്പം പിന്തുണച്ചുകൊണ്ട് ഉയർത്തുന്നുണ്ട് ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ BJPയെ ആഞ്ഞടിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം അരവിന്ദ് കെജ്രിവാൾ ഈ അവസരത്തിൽ നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്, BJPയിൽ ചേരാൻ ആ നിലയ്ക്ക് അവരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി, പക്ഷെ താൻ BJPയിലേക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ നീക്കങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത്. R അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഉണ്ണിപ്പിള്ള അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ED എന്തിനാണ് പേടിക്കുന്നത്? തെറ്റ് ചെയ്തില്ലെങ്കിൽ വെറുതെ പിടിച്ചകത്തിടുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിയമത്തിൻ്റെ കണ്ടിൽ അത് ശരിയായിരിക്കും, പക്ഷേ അങ്ങനെയല്ല, രാഷ്ട്രീയമായി ED ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. നേരത്തെ ആ തരത്തിൽ ഒരു ആരോപണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉയർത്തിയത്. ആ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, മരിച്ചതായി നേരത്തെ ഒരു വ്യാജ വാർത്ത പ്രചരിച്ചു. നടി പൂനം പാണ്ഡെ മരിച്ചു എന്നായിരുന്നു വ്യാജ വാർത്ത. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച പൂനം പാണ്ഡെക്കെതിരെ ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നു. നടിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ മുംബൈ പോലീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പൂനം പാണ്ഡെയുടെ നടപടി തരം താഴ്ന്നതാണെന്ന് AISW പ്രസിഡന്റ് സുരേഷ് ശ്യാംലാൽ ഗുപ്ത പ്രതികരിച്ചു. മരിച്ചതായി സ്വയം പ്രചരണം നടത്തിയ വിഷയത്തിലാണ് നടിയും മോഡലുമായ പൂനം പാണ്ഡെക്കെതിരെ ഓൾ ഇന്ത്യൻ സിനി വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നത്. വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നതെന്നും ബോധവൽക്കരണത്തിനാണെങ്കിൽ മറ്റ് മാർഗങ്ങളുണ്ടെന്നും പ്രസിഡന്റ് സുരേഷ് ശ്യാംലാൽ ഗുപ്ത.
വ്യാജ പ്രചരണം നടത്തിയതിന് പൂനം പാണ്ഡെക്കെതിരെ കേസെടുക്കണമെന്ന അസോസിയേഷൻ മുംബൈ പോലീസിനോട് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ചയാണ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ മരിച്ചതായി ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അറിയിപ്പ് വന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. എന്നാൽ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പൂനം പാണ്ഡെയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ചിലർ രംഗത്ത് വന്നതിന് പിന്നാലെ താൻ മരിച്ചിട്ടില്ലെന്നും സർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് വ്യാജ മരണ വാർത്തയിലൂടെ ശ്രമിച്ചത് എന്നുമുള്ള വിശദീകരണവുമായി പൂനം പാണ്ഡെ തന്നെ രംഗത്ത് വരികയായിരുന്നു. 24 ഡൽഹി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയായി തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയുമാണ് പരിഗണിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയ്ക്കാണ് സാധ്യത. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ അന്തിമ ധാരണയുണ്ടാകും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പ്രായപരിധിയുടെ പേരിൽ ഇപ്പോൾ ഏറെക്കുറെ മാറി നിൽക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തെയാണോ തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നത്? ഇതൊക്കെ സംബന്ധിച്ചൊരു അന്തിമ ധാരണ എപ്പോഴുണ്ടാകും ഷഫീദ്? ഉന്മേഷ്, അത് ഉറപ്പായിട്ടും 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടെടുക്കുക. നേരത്തെ തന്നെ CPI നേതൃയോഗങ്ങളിൽ ഇതും ഒരു ധാരണ, അതിൽ ഒരു നിർദ്ദേശമായി ഉയർന്നു വന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊരു ധാരണ, അത് തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയരുകയും അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. പിന്നാലെ വന്ന സംസ്ഥാന എക്സിക്യൂട്ടീവുകളടക്കം അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നടന്നു. ആലോചനകൾക്കൊടുവിൽ ഇപ്പോൾ ഏറെക്കുറെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും സാധ്യത എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വയനാട് തന്നെയാണ്. അതായത് 4 സീറ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിയിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്താമെന്നുള്ളതായിരുന്നു CPIയുടെ ധാരണ. അതിൽ ഏറ്റവും പ്രധാനമായും കാണുന്ന വയനാടാണ്. വയനാട്ടിൽ ഒരു ദേശീയ ശ്രദ്ധ സ്വാഭാവികമായും പ്രതീക്ഷിക്കും. അത് കാരണം രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാനെത്തെങ്കിൽ സ്വാഭാവികമായും ആ ദേശീയ ശ്രദ്ധ ഉണ്ടാകും. അങ്ങനെ ദേശീയ ശ്രദ്ധയുള്ളിടത്ത് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ താൻ പരീക്ഷിക്കണം എന്നുള്ളതാണ് CPI നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അങ്ങനെയാണ് ആനി രാജയ്ക്ക് വയനാട്ടിൽ സാധ്യത പറയുന്നത്. മാത്രമല്ല കേരളവുമായിട്ടുള്ള അടുപ്പമടക്കമുള്ള കാര്യങ്ങൾ അതിനൊരു വലിയ പരിഗണനയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തും ഏറെക്കുറെ ശശി തരൂർ എന്നുള്ള പേരിലേക്ക് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും കരുത്തനായ പാർട്ടിക്ക് ജനകീയനായ തിരുവനന്തപുരത്തിന് ജനകീയനായ ഒരു മുഖം വേണം. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തുന്നത്. പന്ന്യൻ രവീന്ദ്രനാകുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിലേക്കടക്കം പാർട്ടി പരിപാടികൾക്കടക്കം ഇപ്പോഴും സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ പോസിറ്റീവ് വശം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തുന്നത്. തൃശ്ശൂരിൽ പോകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തൃശ്ശൂരിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. VS സുനിൽകുമാറിനെ കേന്ദ്രീകരിച്ച ചില പ്രചരണങ്ങളടക്കം വന്നിരുന്നു. അതും പാർട്ടിയും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ VS സുനിൽകുമാർ തന്നെ വരുന്നു. അദ്ദേഹത്തിനും അവിടെയുള്ള സ്വീകാര്യത അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട സ്റ്റാർ കാസ്റ്റ് മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ CPI ഇങ്ങനെ ഒരു പട്ടികയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം വയനാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഈ 3 തൃശ്ശൂരിനെ സംബന്ധിച്ച് സ്വാഭാവികമായും നേരത്തെ തന്നെ CPI ഉയർന്നൊരു ഒരു അഭിപ്രായമായി അവർ പുറത്തു പറഞ്ഞ കാര്യം വലിയ തരത്തിൽ ഈ കരുവന്നൂർ അടക്കമുള്ള വലിയ വിഷയങ്ങൾ അത് സജീവ ചർച്ചയാകും. BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു സൂപ്പർ കാൻഡിഡേറ്റ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെയും കരുത്തനായ ഒരാൾ, അതല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പാർട്ടിയെ അറിയാവുന്ന, ജനങ്ങളെ അറിയാവുന്ന കരുത്തനായ ഒരാൾ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ പേരിലേക്ക് VS സുനിൽകുമാർ എന്ന പേരിലേക്ക് എത്തുന്നത്. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാർ ആയിരിക്കും ആവുക എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10, 11 തീയതികളിൽ CPIഎമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഏതായാലും ആ നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്തിമ ധാരണ രൂപപ്പെടുമെന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ഒരു വാർത്തയിലേക്ക് കൂടി. VC നിയമനത്തിൽ അടിയന്തര സെനറ്റ് യോഗം വിളിച്ചതിനെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സെനറ്റ് വിളിക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമെന്നും ചാൻസലറുടെ തീരുമാനം നടപ്പാക്കാൻ VC അനാവശ്യ ധൃതി കാണിച്ചാൽ പ്രതിരോധിക്കുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കാൻ ഈ മാസം 16-നാണ് വൈസ് ചാൻസലർ അടിയന്തര സെനറ്റ് യോഗം വിളിച്ചത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നേരത്തെ തന്നെ അവിടെ ഒരു തർക്കമുണ്ട്, ഇപ്പോൾ അത് വീണ്ടും ഈ വിഷയത്തിലല്ലേ? ഉന്മേഷ്, VCയും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുകയാണ് കേരള സർവകലാശാലയിൽ. VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ നേരത്തെ ഗവർണർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി അടിയന്തരമായി സെനറ്റ് വിളിച്ചു ചേർക്കാനാണ് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ സെനറ്റ് വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഉത്തരവ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് കേരള സർവകലാശാലയിൽ ഇത് നടപ്പാക്കരുത് എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം.
ആവശ്യം. ചാൻസലറുടെ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അതോടൊപ്പം സെനറ്റ് വിളിക്കുന്നത് നിയമപരമല്ലെന്ന രജിസ്ട്രാറുടെ നിലപാട് മുഖവിലക്കെടുക്കണം. നേരത്തെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ തീരുമാനം നിയമസഭയോടുള്ള അവഹേളനമാണ്. മാത്രമല്ല സെനറ്റിലേക്ക് ചാൻസലർ നോമിനേറ്റ് ചെയ്ത 4 അംഗങ്ങളുടെ ഉത്തരവ്, ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സെനറ്റ് വിളിക്കരുത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉന്മേഷ്. ശരി ഗിരീഷ്. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന് പരാതി. 18 പ്രതികളെന്നാണ് സൂചന. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ. സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗിന് വിധേയമാക്കി. ഇതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2022 ജൂണിലാണ് സംഭവങ്ങളുടെ തുടക്കമെന്ന് പെൺകുട്ടി മൊഴി നൽകി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളുമായി 16-കാരി ആദ്യം സൗഹൃദത്തിലായി. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഈ യുവാവ് സുഹൃത്തുക്കൾക്ക് കൈമാറി. തുടർന്ന് സുഹൃത്തുക്കളും പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് ലഭിച്ച വിവരം. വീട്ടിലും മറ്റ് പലയിടങ്ങളിലും കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്തതായി പരാതിയുണ്ട്. കൗൺസിലിംഗ് വഴി ലഭിച്ച പ്രതികളുടെ പേരുവിവരങ്ങൾ CWC അധികൃതർ അതേപടി പോലീസിന് കൈമാറി. പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുമുണ്ട്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഒരു സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് പെൺകുട്ടി. 24 പത്തനംതിട്ട. സംസ്ഥാന പദവിക്കായി ലഡാക്കിൽ വൻ പ്രതിഷേധം. ലേ അപ്പെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊടും തണുപ്പിനെയും അവഗണിച്ച് ആയിരക്കണക്കിന് പേർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. ലഡാക്കിന് സംസ്ഥാന പദവി, തദ്ദേശവാസികൾക്ക് തൊഴിൽ സംവരണം, ലേ കാർഗിൽ ജില്ലകൾക്ക് പ്രത്യേക പാർലമെന്റ് സീറ്റുകൾ തുടങ്ങിയ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ലഡാക്ക് പൂർണ്ണമായും സ്തംഭിപ്പിച്ചായിരുന്നു പ്രതിഷേധം. കടകളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ആവശ്യങ്ങൾ മുഴുവൻ നടപ്പാക്കുന്നതുവരെ സമ്മർദ്ദം ചെലുത്താനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ചൈന അതിർത്തിയിൽ നിന്നും നുബ്ര താഴ്വരയിൽ നിന്നും കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും അവഗണിച്ച് ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കേന്ദ്രഭരണ പ്രദേശമായാണ് ലഡാക്ക് പ്രവർത്തിക്കുന്നത്. അനന്തമായി ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിൽ തുടരാൻ കഴിയില്ലെന്നും ജനാധിപത്യ രീതി പുനഃസ്ഥാപിക്കപ്പെടണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. 24 ഡൽഹി. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. സംസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 90 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേരാണ് കസ്റ്റഡിയിലായത്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 45 കിലോ കഞ്ചാവ് പിടികൂടിയത്. കാറിലാണ് പ്രതികൾ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. തിരുവനന്തപുരം സ്വദേശികളായ വിജിത്ത്, ഷാൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ഉപയോഗിച്ച 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട്ടെ കഞ്ചാവ് വേട്ട. 55 കിലോ കഞ്ചാവാണ് കാറിൽ കടത്താൻ ശ്രമിച്ചത്. കോഴിക്കോട് സ്വദേശികളായ മുരളീധരൻ, ജോൺസൺ എന്നിവർ കസ്റ്റഡിയിലായി. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. സജീവമായി തന്നെ നമ്മോടൊപ്പം തുടർന്ന് നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർ പോകരുത്, തുടരണം.